ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ടിവിയസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബ്ലറിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓപ്പൺ സി വിൻ്റെ നോട്ട്സ് ഒന്നും ഇതിലുണ്ടാവില്ല, പകരം ഞാൻ ഗിറ്റബിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ലിങ്ക് ട്രീയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ഗിറ്റബിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ DR നിമിഷ ഡേവിസ് എന്നുള്ള ഒറ്റ വേർഡായിട്ട് സെർച്ച് ചെയ്താലും മതി. ലിങ്ക് ട്രീ എന്തോ സ്ലോ ആണെന്ന് തോന്നുന്നു, സൈറ്റ് ഡൗൺ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇന്ന് ഈവനിങ്ങിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഈവനിങ് അല്ല, രാത്രിക്കുള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ വേറൊരു ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവേ. ഓക്കെ, അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്പൺ സി വിയിൽ നമ്മളിപ്പം 1 സെക്കൻഡ്, ഇത് എൻ്റെ പഴയ സിസ്റ്റം അല്ല, ഇത് വേറെ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഫയൽസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഓപ്പൺ സി വി ഫയലൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഓപ്പൺ സി വി പ്രോഗ്രാംസ്. ഓക്കെ, നമ്മളിതിൽ ഇമേജ് ലോഡ് ചെയ്തപ്പം ഫസ്റ്റത്തെ പ്രോഗ്രാം കേട്ടോ, നമ്മളിവിടെ 1 അല്ലെങ്കിൽ 0 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? ഒന്നെങ്കിൽ കളേർഡ് ഇമേജ് ആക്കുക, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ ഇമേജ് ആക്കുന്ന രീതിയിൽ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു മെത്തേഡും വരുന്നുണ്ട് ഗ്രേ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ സെക്കൻഡ് പ്രോഗ്രാമിൽ ഇവിടെ ബ്ലർ ഇമേജ് കൊടുത്തുല്ലോ, അതിൽ ഇതേ സെയിം കോഡ് തന്നെ ഞാൻ കോപ്പി ചെയ്യാം കേട്ടോ. ഓക്കെ, സേവ് ചെയ്യട്ടെന്ന്. ഗ്രേ സ്കെയിലിംഗ് .py. ഇതിലിവിടെ കണ്ടോ, നമ്മൾ കളർ BGR to RGB എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ RGB മാറ്റിയിട്ട് ഇവിടെ ഗ്രേ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, കളർ BGR to ഗ്രേ. അപ്പോൾ അത് നേരിട്ട് എന്താക്കും, ഗ്രേയിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ടാവും. നമ്മൾ ഈ ഗ്രേ സ്കെയിലിംഗ് എന്തിനാ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ, യൂഷ്വലി എത്ര കളറൊക്കെ ഉണ്ട്, RGB, അങ്ങനെ 3 കളറാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? 3 ചാനൽസ് ആണ് ഓരോ ഇമേജസിനായിട്ടും ഉണ്ടായിരിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രേ സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, ആ ഒരു ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. 0 to 255 വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് വരുന്നുണ്ടായിരിക്കാം. ഫൈൻ. അപ്പോൾ ഈ ഗ്രേ സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അത് ഒരു ഡിമെൻഷൻ റിഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സാധാരണ RGB എന്ന് പറയുമ്പോൾ ഒരു 3 ചാനൽ അവിടെ വരുന്നുണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് ഗ്രേ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചാനൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ പിന്നെ കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് കുറച്ച് ഈ മെഷീൻ ലേണിംഗ് മോഡൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇൻപുട്ടിൻ്റെ എണ്ണം കുറയുമ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണ്, ചാനലിൻ്റെ എണ്ണം കുറയും തോറും കുറച്ചും കൂടി കോംപ്ലക്സ് കുറവുള്ള മോഡൽസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ചില അൽഗുരിതംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ഗ്രേ സ്കെയിൽ തന്നെ വേണം, എന്നാൽ മാത്രമേ ആ ഒരു അൽഗുരിതം നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കാനി എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സി വിയിൽ ഒരു അൽഗുരിതം വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഗ്രേ സ്കെയിൽ ഇമേജസ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ IMG, ഓക്കെ, ഇവിടെ ഞാൻ ഒന്ന് പേരൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ, IMG ഗ്രേ. ഓക്കെ, IMG ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. അതേപോലെ തന്നെ CV ഡോട്ട് വെയിറ്റ് കീ കൊടുക്കാം. വെയിറ്റ് കീ നമുക്ക് 0 മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്ട്രോയ് ഓൾ വിൻഡോസും കൂടി കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതൊരു മെത്തേഡാണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളത്, ഗ്രേ സ്കെയിലിംഗ്. എന്തായിരുന്നു? ഓക്കെ, വേറെ ഒന്നുമല്ല, ഇവിടെ പേര് തെറ്റാണ്, IMG ഇല്ല, ഇത് ഫയല് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പേരൊന്ന് മാറ്റി കൊടുത്തത്. കണ്ടോ, ആ ഒരു ഇമേജ് ഗ്രേ കളറിലോട്ട് മാറി. ഞാൻ ശരിക്കുള്ള ഇമേജ് കാണിച്ചു തരാം. ഇത് മുഴുവനായിട്ട് ഇതിൽ കാണില്ല.
കണ്ടോ, ഈ ഒരു കളേർഡ് ഇമേജ് ആണ് ഇത് വരുന്നത്. ഓക്കെ, അതിനെന്താക്കി മാറ്റി, ഗ്രേ സ്കെയിലിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആണോ? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ച ഫസ്റ്റ് പ്രോഗ്രാമിൽ ചെയ്ത നേരിട്ട് തന്നെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ, അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ cv.cvt കളർ മെത്തേഡ്, അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേ സ്കെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈൻ. അതാണ് ഗ്രേ സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ വരുന്നത്. അതെന്തായാലും മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നോക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനുവലി നിങ്ങളിപ്പോൾ പൈത്തൺ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ പൈത്തണിൽ ഒരു ഫോർ ലൂപ്പ് ഒക്കെ എഴുതിയിട്ട് മാനുവലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേ സ്കെയിലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം ചെയ്യും, നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കോഡ് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. മാനുവലി വേറെ ഫങ്ഷൻസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേ സ്കെയിലിംഗ് എന്നൊരു കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.